ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് വെക്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ വെക്ടേഴ്സ് ആൻഡ് സ്കെയിലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റീസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അളവും ദിശയുമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം, അല്ലേ? ഫോർ എക്സാമ്പിൾ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇറ്റ് ഡിസ്പ്ലേസസ് 20 മീറ്റർ ഇൻ നോർത്ത് ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കെ 10 മീറ്റർ ഇൻ വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, അതേപോലെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതൊക്കെ അളവും ദിശയുള്ള ക്വാണ്ടിറ്റീസാണ്. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രം. എക്സാമ്പിൾ ഏതാ? മാസ്, ലെങ്ത്, ടൈം, വോള്യം, ഇതിനൊക്കെ നമ്മൾ അളവ് മാത്രമേ പറയുള്ളൂ, ദിശ പറയില്ല. സച്ച് ക്വാണ്ടിറ്റീസ് വി കോൾ ബൈ ദ നെയിം സ്കെയിലർ ക്വാണ്ടിറ്റി. ഇനി ഈ വെക്ടർ ക്വാണ്ടിറ്റീനെ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക? ഇങ്ങനെ ഒ എ വെക്ടർ, ഒരു ഒറിജിൻ ഉണ്ട്, എൻഡ് ഉണ്ട്, ഹെഡും ടെയിലും, ടെയിൽ ഓഫ് വെക്ടർ, ഹെഡ് ഓഫ് വെക്ടർ. ഇതിനെ ഒ എ വെക്ടർന്ന് ഇങ്ങനെ. അപ്പോൾ ഇതിന് starts origin of the vector, end of the vector. This is the graphical representation of vector. അല്ലെങ്കിൽ എ വെക്ടർ ഇങ്ങനെ, ദിസ് ഇസ് എ വെക്ടർ. ഇതിനൊരു തുടക്കമുണ്ട്, അവസാനമുണ്ട്. ഒറിജിൻ, ഹെഡ്, ടെയില്, എൻഡ്, ഒറിജിൻ, എൻഡ്, ഹെഡ്, ടെയിൽ എന്നൊക്കെ നമ്മൾ പറയും വെക്ടർ. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റി എന്താണ്? ഇനി ഈ വെക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നത് എന്തിനാ? മെനി ലോസ് ഓഫ് ഫിസിക്സ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ബൈ ദ എക്സ്പ്ലനേഷൻ അക്കോർഡിംഗ് ടു വെക്ടർ. അതുപോലെ മെനി ലോസ് ഓഫ് ഫിസിക്സ് ക്യാൻ ബി ഈസിലി ഡിറൈവ്ഡ് യൂസിങ് വെക്ടർ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ഈ വെക്ടറിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒക്കെ ഉള്ളതുകൊണ്ട് വെക്ടറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കുറച്ച് വെക്ടറുകളുടെ പേരുകൾ. കൊലീനിയർ വെക്ടർ, കൊലീനിയർ വെക്ടർ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ലീൻ വെക്ടേഴ്സ് വിച്ച് ആർ ആക്ടിങ് ഇൻ സെയിം ലൈൻ. എ വെക്ടർ, ബി വെക്ടർ, എ വെക്ടർ, ബി വെക്ടർ. പാരലൽ വെക്ടേഴ്സ് ആവാം, ഒരേ ലൈനിൽ ആക്ട് ചെയ്യണ ഈ വെക്ടേഴ്സിനെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് കൊലീനിയർ വെക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കൊലീനിയർ വെക്ടേഴ്സ് ആർ വെക്ടേഴ്സ് ഹാവിങ് ഈക്വൽ ഓർ അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ്. സെയിം മാഗ്നിറ്റ്യൂഡ് ആവാം, അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആവാം, ആൻഡ് ആക്ടിങ് അലോങ് സെയിം സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ആക്ട് ചെയ്യണതാവാം, ഓർ അലോങ് പാരലൽ ലൈൻസിൽ ആക്ട് ചെയ്യണതാവാം, ഓർ അലോങ് സെയിം ഡയറക്ഷൻ ഓർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങനെയും ആവാം. ഈ എ വെക്ടർ, ബി വെക്ടർ, ഇങ്ങനെ എല്ലാ വെക്ടേഴ്സിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊലീനിയർ വെക്ടർ. ഒരേ ലൈനിൽ ലീനിയർ ആണ്, പാരലൽ ആവാം, ലീനിയർ ആണ്, ഓപ്പോസിറ്റ് ആവാം, ഒരേ മാഗ്നിറ്റ്യൂഡ് ആവാം, ഒരേ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആവാം, ഒരേ ഡയറക്ഷൻ ആവാം. സച്ച് വെക്ടേഴ്സ് വി കോൾ ബൈ ദ നെയിം കൊലീനിയർ വെക്ടേഴ്സ്. കോപ്ലാനാർ വെക്ടർ എന്ന് പറയുമ്പോൾ ഈ പ്ലെയിനിൽ നമ്മൾ വരയ്ക്കണ എല്ലാ വെക്ടർ, ഈ വെക്ടർ, ഈ വെക്ടർ, ഈ വെക്ടർ, ദിസ് ഇസ് എ വെക്ടർ, ദിസ് ഇസ് ബി വെക്ടർ, ദിസ് ഇസ് സി വെക്ടർ, ദിസ് ഇസ് ഡി വെക്ടർ, ഇതെല്ലാം ഈ പ്ലെയിനിലാണ് നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? എ വെക്ടറും ബി വെക്ടറും സി വെക്ടറും ഒക്കെ ഈ പേപ്പറിൻ്റെ പ്ലെയിനിലാണ്. ഈ വെക്ടറിനെ നമ്മൾ കോപ്ലാനാർ വെക്ടർ എന്ന് പറയും. ഇനി വേറൊരു വെക്ടറാണ് ഈക്വൽ വെക്ടർ. ഈക്വൽ വെക്ടർ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരേപോലെ ആയിട്ടുള്ള വെക്ടർ. എ വെക്ടറും ബി വെക്ടറും, ഇതിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ അളവ് മാഗ്നിറ്റ്യൂഡ് എങ്കിൽ ഇതും ഒരു 5 സെൻറ്റിമീറ്റർ ആവണം, ഒരേ ഡയറക്ഷൻ ആവണം. ഇത് ഈക്വൽ വെക്ടർ. ഈക്വൽ വെക്ടറുകൾ ഇങ്ങനെ പാരലൽ ആവാം, ഒരേ മാഗ്നിറ്റ്യൂഡ് ഓരോ ഡയറക്ഷൻ ആവാം. അപ്പോൾ ഒരേ മാഗ്നിറ്റ്യൂഡ് ഓരോ ഡയറക്ഷനുള്ള വെക്ടേഴ്സാണ് ഈക്വൽ വെക്ടേഴ്സ്. വേറൊരു വെക്ടറാണ് നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേരിൽ അതിനുണ്ട്. നെഗറ്റീവ് വെക്ടർ ഈസ് എ വെക്ടർ ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട്
ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടറാണ് ഈ വെക്ടർ. എ വെക്ടർ ഇതാണെങ്കിൽ ദിസ് ഇസ് ബി വെക്ടർ. ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ദിസ് ഇസ് എ നെഗറ്റീവ് വെക്ടർ. ഈ വെക്ടറിൻ്റെ ഇത് എ വെക്ടർ ആണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് വെക്ടറാണ് ബി വെക്ടർ. ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ വെക്ടേഴ്സ് നമ്മൾ പറയുന്ന പേര് നെഗറ്റീവ് വെക്ടർ. ഇനി വേറൊരു ടൈപ്പ് വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ കൊലീനിയർ, കോപ്ലാനാർ, ഒരേ പ്ലെയിനിൽ ഈക്വൽ വെക്ടർ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, ഈക്വൽ ഡയറക്ഷൻ. നെഗറ്റീവ് വെക്ടർ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി അടുത്ത വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിൻ്റെ എ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇസ് ദ സെയിം ഡയറക്ഷനിലുള്ള യൂണിറ്റ് മാഗ്നിറ്റ്യൂഡിലുള്ള വെക്ടർ. എ വെക്ടറിൻ്റെ സെയിം ഡയറക്ഷനിലുള്ള യൂണിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടറിനെയാണ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡിലുള്ള ഡയറക്ഷനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. എ ക്യാപ്പ് എന്നാണ് എഴുതുക. ഓക്കെ, എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എ വെക്ടർ ഡിവൈഡഡ് ബൈ എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡിനെയല്ല നമ്മൾ മോഡുലസ് ഇട്ട് എഴുതുക. എ വെക്ടർ ഇപ്പോൾ ഈ വെക്ടർ നോക്കുക. ഈ വെക്ടറിന് സപ്പോസ് 5 സെൻറ്റിമീറ്റർ മാഗ്നിറ്റ്യൂഡുള്ള ഈ വെക്ടർ. അപ്പോൾ ഈ വെക്ടറിനെ എ വെക്ടറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് യൂണിറ്റ് വെക്ടർ. എ ക്യാപ്പ് എന്ന് വായിക്കാം, എ ക്യാപ്പ്. അപ്പോൾ കുറേ ടൈപ്പ് വെക്ടേഴ്സ് നമ്മൾ കണ്ടു. ഒന്ന് റിവിസിറ്റ് ചെയ്യാം. കൊലീനിയർ, കോപ്ലാനാർ, ഈക്വൽ, നെഗറ്റീവ്, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ കിട്ടുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇൻഡിവിജ്വൽ വെക്ടറിനോട് സെയിം ആവും, മാഗ്നിറ്റ്യൂഡ് 1 ആവും. അങ്ങനത്തെ വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. ഇനി നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചവർക്ക് അറിയാം, IJK എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടേഴ്സാണ് നമ്മൾ XYZ ഡയറക്ഷനിൽ ഉള്ള യൂണിറ്റ് വെക്ടേഴ്സായിട്ട് സാധാരണ I ക്യാപ്പ്, J ക്യാപ്പ്, K ക്യാപ്പ് അങ്ങനെ +2 ലെവലിലൊക്കെ പഠിച്ചവർക്ക് അറിയാം. ദീസ് ആർ ദ യൂണിറ്റ് വെക്ടേഴ്സ് കോമൺലി യൂസ്ഡ് ഇൻ X, Y, Z ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ അഡീഷൻ ഓഫ് വെക്ടേഴ്സിലേക്ക് പോവുകയാണ്. അഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കൂട്ടുക. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് അഡീഷനാണ് സിമ്പിൾ അഡീഷൻ. വെറുതെ സിമ്പിളായിട്ട് ആഡ് ചെയ്യുക. സാധാരണ ഇപ്പോൾ നമ്മളിതൊരു 3 സെൻറ്റിമീറ്റർ ആണ്, ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 8 സെൻറ്റിമീറ്ററുള്ള മാഗ്നിറ്റ്യൂഡുള്ള ആണല്ലോ കിട്ടുക. അപ്പോൾ ഇതൊരു വെക്ടർ, റിസൾട്ടൻ വെക്ടർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും തുക, ഡയറക്ഷൻ സെയിം ആസ് ഇൻഡിവിജ്വൽ വെക്ടർ. സിമ്പിൾ അഡീഷൻ. ഇനി ഇതൊരു വെക്ടർ, ഇത് വേറൊരു വെക്ടർ. അപ്പോൾ നോക്കിയേ, നമ്മൾ ഈ 2 വെക്ടറുകൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഒന്ന് മൈനസാണ്, ഒന്ന് പ്ലസ്സാണ്. അപ്പോൾ ലാർജസ്റ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 6ഉം ഇത് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്ററും ഉണ്ടെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും റിസൾട്ടൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലാർജസ്റ്റ് വെക്ടർ. സോ ദിസ് ഇസ് എ വെക്ടർ, ഇഫ് ദിസ് ഇസ് ബി വെക്ടർ. റിസൾട്ടൻ വെക്ടർ 3 സെൻറ്റിമീറ്റർ ഡയറക്ഷനും 3 സെൻറ്റിമീറ്റർ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഇൻ ദ ലാർജസ്റ്റ് വെക്ടർ ബി വെക്ടറിൻ്റെ ഡയറക്ഷനിലും ആയിരിക്കും റിസൾട്ടൻ വെക്ടർ. ഇത് സിമ്പിൾ അഡീഷൻ. ഇനി വെക്ടറിൽ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു വെക്ടറിനെ എനിക്ക് ഡിസ്പ്ലേസ്ഡ്, ഈ വെക്ടറിനെ എ വെക്ടറിനെ എനിക്ക് ഈ പ്ലെയിനിൽ എവിടേക്ക് വേണമെങ്കിലും ഡിസ്പ്ലേസ് ചെയ്യാം. പാരലൽ ടു ഇതിനെ പാരലായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് ഡിസ്പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പാരലായിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഈ 2 വെക്ടർ, ഇതൊരു വെക്ടർ, ഈ 2 വെക്ടറുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ എ വെക്ടറിൻ്റെ എൻഡിൽ ബി വെക്ടർ വരുന്ന പോലെ ഈ ബി വെക്ടറിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം.
പാരലലി ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് നീക്കിയാൽ മതിയല്ലോ. ബി വെക്ടറിനെ ആദ്യം ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും, പിന്നെ ഇതിനെ മുകളിലേക്ക് പൊക്കി പൊക്കി കൊണ്ടുവന്ന് ഇതിൻ്റെ എൻഡിൽ കൊണ്ടുവച്ചാൽ രണ്ടും കൂടി റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഇനി ഇങ്ങനൊരു വെക്ടർ, ഇങ്ങനൊരു വെക്ടർ, ദിസ് ഈസ് എ വെക്ടർ, ദിസ് ഈസ് ബി വെക്ടർ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എനിക്ക് ഈ ബി വെക്ടറിനെ നേരെ പാരലലി ഡിസ്പ്ലേസ് ചെയ്ത് ഇതിൻ്റെ എൻഡിൽ കൊണ്ടുവച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ റിസൾട്ടൻ്റ് വെക്ടർ ഇതിൻ്റെ രണ്ടിന് തുല്യമായിരിക്കും. അതായത് ഒരു വെക്ടറിനെ നമുക്ക് പാരലലായിട്ട് ഡിസ്പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറില്ല. എ വെക്ടർ ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് പാരലൽ ടു ഇറ്റ്സെൽഫ്. മൂവിങ് എ വെക്ടർ പാരലൽ ടു ഇറ്റ്സെൽഫ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ അഡീഷൻ ആയാലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷനിലേക്ക് പോവുകയാണ്. ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കുലർ മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ ഒരു വെക്ടർ ഇരിക്കുന്നു, ഇങ്ങനെ ഒരു വെക്ടർ, ദിസ് ഇസ് എ വെക്ടർ, ദിസ് ഇസ് ബി വെക്ടർ. അപ്പോൾ ഒറിജിന് എൻഡ്, ഹെഡും ടെയിലും, എ വെക്ടർ ബി വെക്ടർ. അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഈ ബി വെക്ടറിനെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്തിട്ട് പാരലലി ഡിസ്പ്ലേസ് ചെയ്ത് ഇതിൻ്റെ എൻഡിൽ കൊണ്ടുപോയിക്കും. ഇതിനെങ്ങനെ പാരലലി ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഇവിടെ വരെ വന്നപ്പോൾ ഒന്ന് താഴേക്ക് ഇറക്കിയാൽ എ വെക്ടറിനെ ഇതിൻ്റെ എൻഡിൽ, ഇതിൻ്റെ എൻഡിൽ ഇതിൻ്റെ ഒറിജിൻ കൊണ്ടുപോയിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് റിസൾട്ടൻ്റ് വെക്ടർ ഇങ്ങനെ കിട്ടും. ദ തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓർഡർ. ഇത് എ വെക്ടറായിരുന്നു, ഇതിനെ ഇവിടെ ബി വെക്ടറിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പോൾ രണ്ട് സൈഡായിട്ട് എടുത്തു ട്രയാങ്കിളിൻ്റെ ഒരേ ഓർഡറിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ തേർഡ് വെക്ടർ വിച്ച് ഈസ് ആക്ടിങ് തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ. ഇതാണ്. ഇങ്ങനെ വെക്ടറിനെ ആഡ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി വരയ്ക്കാം. ഇങ്ങനെ ഒരു എ വെക്ടർ നമുക്കുണ്ട്, ഇങ്ങനെ ഒരു ബി വെക്ടർ നമുക്കുണ്ട് ഈ പ്ലെയിനിൽ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ഈ ബി വെക്ടറിനെ ഡിസ്പ്ലേസ് ചെയ്തു, താഴേക്ക് പാരലലി മൂവ് ചെയ്തു, എ വെക്ടറിൻ്റെ എൻഡിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് രണ്ട് സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓർഡറായി. അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ is the third side of the triangle taken in reverse order. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറാണ് ആർ വെക്ടർ. ഇതിനെയാണ് ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ പാരലിലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ, പാരലിലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ. പാരലിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ ഷേപ്പ്? ഈ നോക്കിയ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലായിട്ടുള്ള ഈ ഷേപ്പിന് നമ്മൾ പറയുന്നത്. ഇതിന് ഈക്വലായിട്ട് ഈ ഷേപ്പ്, ഈ സൈഡ്, ഇതിന് ഈക്വലായിട്ട് ഈ സൈഡ്, ഇങ്ങനെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സിന് ഈ ഷേപ്പിന് നമ്മൾ പറയുന്നത് പാരലിലോഗ്രാം. ഇങ്ങനെ രണ്ട് വെക്ടർ ക്വാണ്ടിറ്റീസ്, ഇഫ് ദിസ് ഇസ് എ വെക്ടർ ആൻഡ് ഇഫ് ദിസ് ഇസ് ബി വെക്ടർ, can be represented as adjacent sides of a parallelogram. Their resultant vector is the diagonal of the parallelogram drawn through that point. ഇങ്ങനെ എ വെക്ടറിനെയും ബി വെക്ടറിനെയും റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോ പ്രകാരം അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ ഇതിൻ്റെ ഡയഗണൽ ഡ്രോൺ ത്രൂ ദിസ് പോയിന്റ് ആണ്. ഒരു പ്രാവശ്യം വരയ്ക്കാം. ഇത് എ വെക്ടർ, ഇത് ബി വെക്ടർ. അപ്പോൾ എ വെക്ടറിനെയും ബി വെക്ടറിനെയും ഉപയോഗിച്ച് നമുക്കൊരു പാരലിലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം, ഈക്വൽ ആൻഡ് ഓപ്പോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ പാരലിലോഗ്രാം ലോ പ്രകാരം വിൽ ബി ദ ഡയഗണൽ ഓഫ് ദി പാരലിലോഗ്രാം ഡ്രോൺ ത്രൂ ദിസ് പോയിന്റ്. ദിസ് ഈസ് ആർ വെക്ടർ ഇസ് ദ റിസൾട്ടൻ്റ് വെക്ടർ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വെക്ടറിനെ പാരലലി ഡിസ്പ്ലേസ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറില്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ നമുക്ക് എ വെക്ടറിനെയും ബി വെക്ടറിനെ ഡിസ്പ്ലേസ് ചെയ്ത് ട്രയാങ്കിൾ വരച്ച പോലെ നമുക്ക് ഈ ബി വെക്ടറിനെ പതുക്കെ താഴ്ത്തിക്കൊണ്ടുവന്ന് ഇതിൻ്റെ ഒറിജിനിലേക്ക്, ഓക്കെ, ഈ എ വെക്ടറിൽ ദിസ് എ വെക്ടർ ആൻഡ് ബി വെക്ടറിനെ
പതുക്കെ സ്ലോലി താഴ്ത്തിക്കൊണ്ടുവന്ന് ഇതിൻ്റെ എൻഡിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാമായിട്ട് വരച്ച് റിസൾട്ടൻറ്റ് ഈസ് ദ ഡയഗണൽ ഓഫ് ദി പാരലലോഗ്രാം എന്ന് കാണിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിൾ അഡീഷൻ എന്താണ്? വെറുതെ നമ്മൾ ആഡ് ചെയ്യണ പോലെ. ഇതിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാൽ നമ്മൾ ചിഹ്നം മാറ്റി കൂട്ടണ പോലെ അല്ല. അത് അഡീഷൻ ഓഫ് വെക്ടറിലും സബ്ട്രാക്ഷൻ ഓഫ് വെക്ടറിലും വരുന്നത് അതാണ്. അടുത്ത വെക്ടറിനെ ചിഹ്നം മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് സബ്ട്രാക്ഷൻ. പിന്നെ ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ. 2 vector quantities can be represented as 2 sides of a triangle taken in order. Their resultant is the third side of the triangle taken in reverse order. റിവേഴ്സ് ഓർഡർ എന്ന് പറയാൻ കാരണം ആദ്യത്തെ വെക്ടർ എൻഡ് ചെയ്യണോടത്തുനിന്നാണ് റിസൾട്ടന്റ് തുടങ്ങുന്നത്. ഇനി പാരലലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം if 2 vectors can be represented as 2 adjacent sides of parallelogram. adjacent sides എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത സൈഡ്സ്. their resultant is the third side of their resultant is the diagonal of the parallelogram drawn through the same point. അപ്പോൾ ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കണം. പാരലലോഗ്രാം ലോ ഓഫ് പാരലലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷനിൽ if 2 vector quantities a vector and b vector can be represented as 2 adjacent sides of a parallelogram. ഈ ഷേപ്പിന്റെ adjacent sides ആയിട്ട് എടുക്കാമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ their resultant is the diagonal of the parallelogram drawn through the same point. അങ്ങനെയാണ് ഇതിന്റെ അഡീഷൻ കാണുക. ട്രയാങ്കുലർ മെത്തേഡിൽ if 2 vector quantities can be represented 2 sides of a triangle taken in order, ഒരേ ഓർഡറിലുള്ള 2 സൈഡ്സ് ആയിട്ട് എടുക്കാമെങ്കിൽ their resultant is the third side of the triangle taken in reverse order. സെയിം ഓർഡറിലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരണമായിരുന്നു. റിവേഴ്സ് ഓർഡർ എന്ന് വെച്ചാൽ ആദ്യത്തെ വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്നാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, ഇത് റീവിസിറ്റ് ചെയ്ത് ഒന്നുകൂടി കണ്ടുറപ്പിക്കാം. ഓക്കെ.